Hello guys, Assalamu alaikum. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ കുറച്ച് പൊടിക്കൈകളായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞൊരു ദിവസം ഞാനിട്ട കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ സന്തോഷം. കൂടാണ്ട് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ, ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. കൂടാണ്ട് നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 12 അടിപൊളി ടിപ്സിലോട്ടേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ നല്ല ഫണ്ണി ആയിട്ടുള്ള ടിപ്പാട്ടോ. നമുക്ക് ഉള്ളി മുറിക്കുമ്പോൾ കണ്ണിന്ന് വെള്ളം വരുമല്ലേ, അപ്പം അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് വായിൽ കടിച്ച് പിടിക്കുക. ആ ബ്രെഡിൻ്റെ സ്ലൈസ് ഈ ഉള്ളിയുടെ മോയ്സ്റ്റ് അബ്സോർവ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് കണ്ണിന്ന് വെള്ളം വരില്ല. അപ്പം രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾക്ക് തക്കാളി കുറേ കാലം വരെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, ഒരു മാസം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് തക്കാളി എടുത്ത് വെച്ചാൽ ഒരു മാസം വരെയൊക്കെ തക്കാളി ഒന്നും കേടുകൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത ടിപ്പ് ഏകദേശം എല്ലാവരും ചെയ്യുന്നൊരു ടിപ്പാണ്. എന്നാലും ചെറുനാരങ്ങ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് ഉണങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചെറുനാരങ്ങയായി എടുത്തിട്ട് ഇതിനെ റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇപ്പം എക്സ്പെഷ്യലി ലോക്ക്ഡൗണും ഈ കാലത്തൊക്കെ എല്ലാവരുടെ വീട്ടിലും ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു സാധനമാണ് ചെറുനാരങ്ങ. അപ്പം നമുക്ക് ചെറുനാരങ്ങയുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ ചെറുനാരങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഒരു കവറിലോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമാണ് കുറേ അരികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ അരിയിൽ ഫംഗസൊക്കെ വരുന്നത്. അപ്പോൾ അതിന് എതിരായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആര്യവേപ്പില്ലേ, വേപ്പിൻ്റെ ഇല ഒന്ന് ഇട്ട് കൊടുത്താൽ നമ്മുടെ അരിയിൽ ഫംഗസോ അതുപോലെ തന്നെ കുത്തനോ അതൊന്നും വരില്ല. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ വൈറ്റും മഞ്ഞയും വേറെ വേറെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്പൂണിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നല്ല സേഫായിട്ട് നമുക്ക് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് നിങ്ങൾക്ക് കുറച്ച് കുഴിയുള്ള എന്താ പറയുക സ്പൂണാണെങ്കിൽ ഇതിന് കുറച്ചും കൂടി നല്ലതാണ്. ബിഗിനേഴ്സിനൊക്കെ അതിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം കയ്യിൽ നമുക്ക് മുട്ടയുടെ വെള്ള പോയ ആ ഒരു ഇത് ഉണ്ടാവില്ല, കയ്യിൽ ചില സമയത്ത് നിൽക്കാറില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ എളുപ്പത്തിൽ നമ്മൾക്ക് മുട്ടയും വെള്ളയും കാമ്പും മാറ്റിയെടുക്കാൻ പറ്റും. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു ടിപ്പാണ്. നമുക്ക് പൾസസ്, അതായത് പരിപ്പ്, പയർ ഇതുപോലത്തെ വർഗ്ഗങ്ങൾ കുറേ കാലം വരെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന പാട് 1-2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഫംഗസ് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഒരു കുത്തനോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ ആവശ്യം വരുന്നൊരു ടിപ്പാണ്. നമ്മുടെ കറിയിൽ ഉപ്പ് കൂടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഒരു ഗോതമ്പത്തിൻ്റെ മാവ് കുഴച്ചിട്ട് ഇതുപോലെ ചപ്പാത്തിക്കുള്ള പോലെ ബോൾസ് ആക്കിയിട്ട് നമ്മൾക്ക് ഈ കറിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഉപ്പുണ്ടെങ്കിൽ 2-3 ബോൾസൊക്കെ ഇടാം. ഇത് ചെറിയൊരു ഉപ്പ് കൂടുതലുള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് നന്നായി തിളപ്പിക്കാം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊന്ന് മാറ്റി കൊടുത്താൽ നമ്മുടെ ഉപ്പ് ലെവലായി കിട്ടും. ഇനി അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ വെള്ളരി, ക്യാരറ്റ്, കോവക്ക, ചീര ഇതുപോലത്തെ ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾക്ക് ഒരു 10-12 ദിവസം വരെ ഒരു കേട് കൂടാണ്ടും സൂക്ഷിക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്കിത് കട്ട് ചെയ്തിട്ട് വെക്കണം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു വെജിറ്റബിൾസും കേട് കൂടാണ്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ടൈമും ലാഭിക്കാം. കൊണ്ടുവന്ന ദിവസം തന്നെ മൊത്തം മുറിച്ച് നമ്മൾ ഇട്ടെങ്കിൽ. ഇനി ഇതുപോലെ നമുക്ക് ക്യാരറ്റിലും ചെയ്യാൻ പറ്റും, കോവക്കയിലും ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ചീരയിലും ചെയ്യാൻ പറ്റും. ഒരു കേട് കൂടാണ്ട് നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് എല്ലാവരും കിച്ചണിൽ കാണുന്ന പ്രോബ്ലമാണ് പഞ്ചസാര നനഞ്ഞിരിക്കുന്നതും ഉറുമ്പ് കയറുന്നതും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 4-5 കറാമ്പ്, അതായത് ക്ലവ്സ് നമുക്ക് പഞ്ചസാരയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത പിന്നെ ഇത് നന്നായി മൂടിയിട്ട് നമുക്ക് സൂക്ഷിച്ചാൽ ഒരു കേട് കൂടാണ്ട് നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ
ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്. നമ്മൾ പലരും ബട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബട്ടറിൻ്റെ കവറിൽ നിന്ന് തന്നെ ഓരോരോ പീസ് മുറിച്ചിട്ട് ബാക്കി അതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാറാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബട്ടർ ഒരുപാട് നമുക്ക് വേസ്റ്റ് ആവാറുണ്ട്. കൂടാണ്ട് ബട്ടർ കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് നോർമലി ഉള്ള ടേസ്റ്റിൽ നിന്ന് ഒരു വ്യത്യാസം വരാറുണ്ട്, എക്സ്പയറി ഡേറ്റിന് മുമ്പ് തന്നെ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബട്ടർ വാങ്ങിച്ച ഉടനെ ഒന്ന് ഇതുപോലെ ചെറിയ ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് നമ്മൾക്ക് മുറിച്ച് ഒരു പാത്രത്തിൽ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ മാറ്റി കൊടുക്കണം. എങ്ങനെ ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടറിന് വേണ്ടിയിട്ട് ഫുൾ ബട്ടർ ഡീഫ്രോസ്റ്റ് ചെയ്യുന്നതും അവോയ്ഡ് ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ബട്ടറിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടും. മനസ്സിലായില്ലേ? ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ടിപ്പാണിത്. നമ്മൾ ക്യാപ്സിക്കം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് വന്നാൽ ക്യാപ്സിക്കം മുറിച്ച് കഴിഞ്ഞാലും മുറിക്കാണ്ട് നമ്മൾ അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും വേഗം കേടാവും. പക്ഷേ ഇതുപോലെ ഒന്ന് ക്ലിംഗ് റാപ്പിൽ നിങ്ങൾ ചുറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1 മാസമല്ല 1.5 മാസം വരെ ക്യാപ്സിക്കം ഒരു കേട് കൂടാണ്ടും ഉപയോഗിക്കാം. മുറിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാം. ഇനി 12ാമത്തെ ടിപ്പ്, അവസാനത്തെ ടിപ്പ്, നമ്മൾ പച്ചക്കറിയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ തൊലിയും കാര്യങ്ങൾ ഒക്കെ ഒന്ന് ജ്യൂസ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കിച്ചണിലെ ഗാർഡനിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു വളമാണ് കേട്ടോ, ബെസ്റ്റ് വളമാണ് ഇത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കറിവേപ്പിലേക്കാണ് ഇന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഇന്നത്തെ കുഞ്ഞു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ റിഷ്വാന സൈനിങ് ഓഫ്. ബൈ, അസ്സലാമു അലൈക്കും.